ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു JMS വെൽ ക്രിയേറ്റേഴ്സ്. നമ്മുടെ ട്രേഡിംഗ് കൺസെപ്റ്റ് അതല്ലെങ്കിൽ ട്രേഡിംഗ് മെത്തേഡ്, എൻട്രി മെത്തേഡ്, ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ത് തന്നെ ആയിക്കോട്ടെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ 50 മിനിറ്റിലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ യൂസ് ചെയ്യണത് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് എന്ന കൺസെപ്റ്റാണ് ഫോളോ ചെയ്യണത്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. പ്രോപ്പറായിട്ട് നമുക്കൊരു 3 ടൈപ്പ് എൻട്രി ഉണ്ട്. 3 ടൈപ്പ് എൻട്രീസ് ഉള്ളത്. ഒരെണ്ണം നമ്മുടെ ഡയറക്റ്റ് എൻട്രി, അത് നമ്മൾ പൊതുവെ 50% ക്വാണ്ടിറ്റി എടുക്കാറുള്ളൂ. ഡയറക്റ്റ് എൻട്രിക്ക് നമ്മൾ മാക്സിമം 50% ക്വാണ്ടിറ്റി എടുക്കും. പിന്നെ ഒരു എൻട്രി ഉള്ളതാണ് PAB റീടെസ്റ്റ്, പ്രൈസ് ആക്ഷൻ ബേസ്ഡ് എൻട്രി. അതിന് നമ്മൾ 100% ക്വാണ്ടിറ്റി എടുക്കും. 10 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 10 ലോട്ടും ഈ ഒരു എൻട്രി കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് എൻട്രി എടുക്കുക. പിന്നെ മൂന്നാമത്തെ എൻട്രിയാണ് ബയേഴ്സ് ടേക്ക് ഓവർ. ബയേഴ്സ് ടേക്ക് ഓവറിൽ നമ്മൾ 50% എൻട്രി എടുക്കുള്ളൂ. പക്ഷേ ഈ ഒരു 2 എൻട്രിയും നമുക്ക് അത്രത്തോളം ഒരു കോൺഫിഡൻറ്റ് ഇല്ല. ഈ ഒരു എൻട്രി പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു എൻട്രിക്കാണ് നമ്മളൊരു ഹയർ പ്രയോറിറ്റി ഇടണം. പക്ഷേ നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസ് എൻട്രി നോക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ എൻട്രി ഇട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം മാക്സിമം 1-2 ട്രേഡേ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ടൈപ്പ് എൻട്രി ആണെങ്കിൽ നമുക്ക് ധാരാളം എൻട്രി കിട്ടും. പക്ഷേ അതനുസരിച്ച് നമ്മൾ ട്രാപ്പ് ആകാനുള്ള സാധ്യത അതിനകത്ത് വരും. അപ്പോൾ ആ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഈ ഒരു എൻട്രി എങ്ങനെയാണ്, കാരണം നമ്മുടെ ഒരു ലൈവ് ലേണിംഗ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് വന്ന ആൾക്കാർക്ക് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ കാണും. അതല്ലാതെ വെറുതെ വലിച്ചുവാരി കുറേ ലെവലിട്ടിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ ട്രേഡ് എടുക്കാം, വേറൊരു പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ ട്രേഡ് എടുക്കാം. കാരണം അവന് തന്നെ അറിയില്ല. പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ലെവലിൻ്റെ വ്യക്തമായിട്ടുള്ള നമ്മുടെ ലെവലിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് അവിടെ റെസ്പെക്ട് ചെയ്യണത്, എങ്ങനെയാണ് അവിടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യണത്. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ 5 years ദണ്ണിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എല്ലാവർക്കും ഫ്രീ ആയിട്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ലൈവ് മാർക്കറ്റിൽ എന്നോട് ചോദിക്കാം, ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അത് മനസ്സിലാക്കിയേക്കാം. അതല്ലാതെ ആഫ്റ്റർ മാർക്കറ്റ് എല്ലാം കഴിഞ്ഞിട്ട്, കാരണം നിങ്ങൾ ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊരു സംശയം തന്നെയാണ്, ഇവിടെ എൻട്രി എടുക്കണോ വേണ്ടയോ. അത് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ പറഞ്ഞ് തന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എല്ലാം കഴിഞ്ഞിട്ട് 3:30 ശേഷമാണ് റിപ്ലൈ തന്നെങ്കിൽ അതിന് ഒരു കാര്യമില്ല. കാരണം വെള്ളത്തിൽ വരക്കണ വരയാണ്, അത് നിലനിൽക്കില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഡൗട്ട് വരുമ്പോൾ ലൈവ് മാർക്കറ്റിൽ ക്ലിയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് ഫ്രണ്ടിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ എൻട്രി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ PAB ടെസ്റ്റ് എടുക്കുക. നമ്മുടെ മോസ്റ്റ് പ്രയോറിറ്റി ഫോക്കസ് ചെയ്യണ ഒരു എൻട്രിയാണ് PAB റീടെസ്റ്റ്. PAB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് റീടെസ്റ്റ്, അത്രയേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു പ്രൈസ് ആക്ഷൻ, ഇത് നമ്മുടെ ഒരു ലെവലാണ്. നമുക്കൊരു 150 നമ്മൾ എൻട്രി എടുക്കുകയെന്ന് വെച്ചോ. നമ്മളെപ്പോഴും നമ്മുടെ ലെവലുകളാണ് ഷെയർ ചെയ്യണത്. കാരണം ലിമിറ്റ് ഇടേണ്ട പ്രൈസാണ് ലെവൽ എന്ന് പറയുന്നത്. ഇത് സാധാരണ നിങ്ങളൊരു യൂസ് ചെയ്യണ കൺവെൻഷണൽ ആയിട്ടുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബേസ് ചെയ്യണ കൺസെപ്റ്റ് അല്ല. അത് നിങ്ങളിപ്പോൾ ഒരു കൺവെൻഷണൽ യൂസ് ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കൺവെൻഷണൽ യൂസ് ചെയ്യണ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ നിഫ്റ്റി ഇപ്പോൾ ഒരു 1 hourലോട്ട് പോകും. നിങ്ങൾ അനാലിസിസ് നടത്തുന്നുണ്ട്, നിങ്ങൾ നോക്കണേണ് ഇതൊരു സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ബൈ ചെയ്യും, നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ബൈ ചെയ്യാൻ വേണ്ടി നോക്കും. അല്ലെ പിന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഈ ഒരു ലെവലിലോട്ട് എത്തുമ്പോൾ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ മേലോട്ട് ബൈ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഈ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ടൊക്കെ നോക്കും. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യണത് ആ ഒരു കൺസെപ്റ്റുള്ള ലെവലുകളല്ല. അത് മനസ്സിലാക്കിയേക്കുക. അതായത് ഇപ്പോൾ ഇവിടെ പുറയിലോട്ട് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം സപ്പോർട്ട് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ ഞാനത് ഇവിടെ നോക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് സപ്പോർട്ട് എടുത്ത് അത് പിന്നെ താഴെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സപ്പോർട്ടോടെ റെസിസ്റ്റൻസ് ആയി. പിന്നെ എൻ്റെ മേലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായി. പിന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കൂടെ ഒക്കെ പ്രോപ്പറായിട്ട് ഈ ഒരു സപ്പോർട്ടോടെ താഴെ ഇറങ്ങി ക്ലോസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആയി. പിന്നെ അതിൻ്റെ താഴെ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ സപ്പോർട്ടായി എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. നമ്മൾ അങ്ങനത്തെ ഒരു കൺവെൻഷനലായിട്ട് എല്ലാവരും ഫോളോ ചെയ്യണ ഒരു കൺവെൻഷനലായിട്ടുള്ള സപ്പോർട്ടർ റെസിസ്റ്റൻസും വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ല, അത് മനസ്സിലാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള ധാരണ വേണം. കാരണം ഈ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ഞാനാണ്. അതല്ലാതെ നിങ്ങൾ ബാക്കി യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ 1 hourലും 50 മിനിറ്റിലും 5 മിനിറ്റിലും 1 മിനിറ്റിലൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസും വരച്ച് ലെവൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യണ ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് അല്ല, എൻട്രി മെത്തേഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല. നമ്മൾ വ്യക്തമായിട്ടുള്ള നമുക്ക്
നമ്മൾ ഡെവലപ്പ് ചെയ്ത വ്യക്തമായിട്ടുള്ള ഒരു എൻട്രി മെത്തേഡ് ഉണ്ട്. അത് പ്രകാരമുള്ള കൺസെപ്റ്റാണ് ഫോളോ ചെയ്യണത്. അത് നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ബാക്കി ആൾക്കാർ പറയുന്ന പോലത്തെ അല്ലെങ്കിൽ ബാക്കി മെൻറ്റേഴ്സ് പറയുന്ന പോലത്തെ നിങ്ങൾ ഒരു എൻട്രി എടുക്കണേ നിങ്ങൾ ഓഫ് കോഴ്സ് ട്രാപ്പ് ആവും. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മൾ സെൽ ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ ഒരു ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സെല്ലിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ്. അത് പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഡൗട്ടായിരിക്കും, സെല്ലിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നേരെ പോയി ബൈ ചെയ്യാൻ വേണ്ടി പോകണം, അതല്ലെങ്കിൽ ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് സെല് ചെയ്യാൻ വേണ്ടി പോകണം, എന്ത് മണ്ടത്തരമെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എടുക്കുന്ന ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ലെവലിന്റെ പ്രത്യേകതയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആ ഒരു ഇതിനകത്തോട്ട് പോവാം. ഇത് നമ്മുടെ 180 എന്നുള്ള ലെവലിൽ നമ്മൾ ഒരു എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. സ്ട്രൈക്കിലാണ് പറയുന്നത്. സ്ട്രൈക്ക് ഇപ്പോൾ 25-300 പുട്ട് ഓപ്ഷൻ ആണ് നമ്മളിപ്പോൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഈ ഒരു ഇതിനകത്താണ് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്താ? നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത്, പ്രൈസ് ആക്ഷൻ ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് പോണ കൺസെപ്റ്റിലാണ് പ്രൈസ് ആക്ഷൻ. ബേസിക് ഹയർ ലോ ഹയർ ഹൈ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ പറയാനുള്ള അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വെറുതെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യണത് എൻട്രി ആണ്. എവിടെ എൻട്രി എടുക്കണം അതാണ് ആരും പറയാത്തത്. എല്ലാവരും കുറെ ലെവൽ വരച്ചിട്ട് എൻട്രി എടുത്തോ, സ്റ്റോപ്പ് അറിയാൻ പാടില്ല, സ്റ്റോപ്പ് ആ സ്വിങ്ങിന്റെ താഴെ വെച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള എൻട്രി ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത്. വീണ്ടും പറയുന്ന പോലെ തന്നെ 180 നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയേക്കാം, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ. അതല്ലാതെ 15 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആണ സമയത്ത് ചാടിക്കയറി എൻട്രി എടുക്കാനാ സ്റ്റോപ്പ് അടിച്ചു പോകും. കാരണം ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമുള്ള ആ ഒരു ലെവലിൽ അവിടെ സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് 100% ഒരിക്കലും പറ്റില്ല. ഇതൊരു പ്രോബോളിറ്റി ഗെയിമാണ്. അതായത് സെർട്ടനിറ്റി അല്ല, പ്രോബോളിറ്റി ഗെയിമാണ്. ആ ഒരു പ്രോബോളിറ്റിനെ നമ്മുടെ ഒരു ഫേവറായിട്ട് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ സെർട്ടനിറ്റി ഞാൻ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാനാണ് നിങ്ങൾ തീർച്ചയായും ഭൂലോകം മണ്ടരാന്ന് പറയാം. കാരണം ഒരിക്കലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. മാർക്കറ്റാണ് സുപ്രീം. ചിലപ്പോൾ നമ്മൾ 100% കോൺഫിഡൻ്റ് ഉള്ള ഒരു 99% കോൺഫിഡൻ്റ് ഉള്ള ഒരു എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് പോയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അല്ലേ, നിങ്ങളെ സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ ഒരു ഡൗട്ടൊക്കെ തോന്നി, ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുമോ? കാരണം ഇത്രയും കൺഫർമേഷൻ തന്നിട്ടുണ്ട് പക്ഷേ സ്റ്റോപ്പ് പോയി. മാർക്കറ്റ് അങ്ങനെയാണ്. മാർക്കറ്റിനെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിൽ ഓഫ് കോഴ്സ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്, പ്രോഫിറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലോസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡർ ചെയ്യേണ്ടത്. അതല്ലാതെ ലോസ് വരും എന്ന് പ്രതീക്ഷിച്ച് സ്റ്റോപ്പ് ഇല്ലാതെ ട്രേഡ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഇടാണ്ടൊക്കെ ട്രേഡ് ചെയ്ത് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആക്കണോ ട്രേഡിംഗ് അല്ല, അതിനെ ഗാംബ്ലിംഗ് എന്ന് പറയും. ട്രേഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, സിസ്റ്റത്തിലാണ് പ്ലേസ് ചെയ്യണത്. നമുക്കൊരു ഡിസേർവ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ് ഉണ്ടാവും, അത് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആവുക, സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ഹാപ്പി ആവുക. അതാണ് ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 180 നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസ് 100% ക്വാണ്ടിറ്റി ഡിപ്ലേ ചെയ്യാന്ന് പറയുന്നത്. പ്രൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് ഒരു 250 പ്രൈസ് നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് എൻട്രി എടുക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസ് എൻട്രിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 100% ക്വാണ്ടിറ്റി ഡിപ്ലോ ചെയ്യാൻ പറ്റുന്നതായിട്ട് PAB റീടെസ്റ്റ് എൻട്രിയാണ്. പ്രോപ്പറായിട്ട് പ്രൈസിന്റെ താഴോട്ട് ഇറങ്ങി ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് താഴെ ഇറങ്ങി ഇവിടെ നിന്ന് ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രോപ്പറായിട്ടൊരു 15 മിനിറ്റ് ക്യാൻഡിൽ ബൈയിങ് ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്യും. അത് മനസ്സിലാക്കിയേക്കാം. 15 മിനിറ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഒരു 220 പോയി ക്ലോസ് ചെയ്ത് 220 ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എൻട്രി എടുക്കോ? ഇല്ല. 15 മിനിറ്റ് ക്യാൻഡിൽ ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേ ഓക്കെ, നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇനി നമുക്ക് വേണ്ട എന്താ, ഒരു സെല്ലിംഗ് ക്യാൻഡിൽ. ഒരു സെല്ലിംഗ് ക്യാൻഡിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. പ്രോപ്പറായിട്ട് നമുക്കിനി വേണ്ട. കാരണം ഈ ഒരു സപ്പോർട്ട് പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് മേളിൽ ബയേഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ സെല്ലേഴ്സ് ട്രൈ ചെയ്യും വീണ്ടും ഈ ഒരു പ്രൈസിനെ താഴെ എത്തിക്കാൻ. ഈ ഒരു സെല്ലേഴ്സിന് പ്രൈസ് താഴെ എത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ മുകളിലോട്ടുള്ള ഒരു മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതാണ് നമ്മൾ PAB റീടെസ്റ്റ് എന്ന ഓമന പേരിൽ ഉൾപ്പെടുന്ന നമ്മൾ 100% ക്വാണ്ടിറ്റി ഡിപ്ലോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 100% എന്ന് പറയുമ്പോൾ 10 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 10 ലോട്ട് കൊടുക്കുക, 2 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 2 ലോട്ട് കൊടുക്കുക. അതാ കൺസെപ്റ്റ്. 5 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 5 ലോട്ട് കൊടുക്കുക. അതാണ് PAB റീടെസ്റ്റ്. കാരണം ഒരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഒരു 15 മിനിറ്റ് ബൈയിങ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സെല്ലിംഗ് ക്യാൻഡിലാണ്.
പ്രോപ്പറായിട്ട് സെല്ലേഴ്സ് ഈ ലെവലിൽ ടാപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് സെല്ലേഴ്സ് ലെവലിൽ ടാപ്പ് ചെയ്ത് പ്രൈസിന്റെ മേളിൽ ക്ലോസ് ചെയ്തേക്കണത് ഇപ്പൊ ഒരു 190 ക്ലോസ് ചെയ്തേക്കണത്. നമ്മുടെ അവിടെ കണ്ടീഷൻ PAB പ്രകാരം പ്രൈസ് ആക്ഷൻ ബേസ് എൻട്രി പ്രകാരം ആക്റ്റീവായി. നമുക്കിവിടെ 100% ക്വാണ്ടിറ്റി ഡിപ്ലോ ചെയ്യാം. 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്. ഈ ലെവലിൽ ടാപ്പ് ചെയ്യണം. ലെവലിൽ ടാപ്പ് ചെയ്തില്ല എങ്കിൽ PAB റീടെസ്റ്റിൽ പോലും നമ്മൾ 50% ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ. അത് മനസ്സിലാക്കിയേക്കാം. കാരണം ക്വാണ്ടിറ്റി സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്ഥലത്തും പോയി ഫുൾ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യണമെങ്കിൽ പണി കിട്ടും. ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി എടുക്കേണ്ടത്, ഏതൊക്കെ സ്ഥലത്താണ് ക്വാണ്ടിറ്റി ഓർക്കേണ്ടത്, ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ മാറി നിൽക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ സംയത പാലിക്കേണ്ടത്, അതെല്ലാം ട്രേഡിങ്ങിലൂടെ നമുക്ക് സാധിക്കും. വ്യക്തമായിട്ട് നമുക്കിവിടെ 15 മിനിറ്റ് ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. പിന്നെ നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ലെവലിൽ ടാപ്പ് ചെയ്ത് ഫെയിലായി. ആ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങും നമ്മുടെ എൻട്രി പ്രൈസിന് ഡിഫറൻസ് എത്രയെന്ന് നോക്കുക. അതൊക്കെ ഫ്രിക്ഷൻ ഓഫ് സെക്കൻഡിൽ വന്ന കാര്യങ്ങളാണ്. അതൊക്കെ ട്രേഡർക്ക് പറയേണ്ട കാര്യമില്ല. ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ. 190 ക്ലോസ് ചെയ്ത് നമ്മുടെ എൻട്രി പോയിന്റ് 180 ആണ്. ഒരു 10 പോയിന്റ് ഡിഫറൻസ് ഉള്ളത് നമുക്കവിടെ CMPയിൽ എൻട്രി എടുക്കാം. കാരണം നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് തന്നെ 15 പോയിന്റാണ്. 15 പോയിന്റ് ആണ് പ്രീമിയത്തിൽ നമ്മുടെ സ്റ്റോപ്പ് സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്യണത്. അത് മനസ്സിലാക്കിയേക്കാം. 15 പോയിന്റ് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. അല്ലാതെ സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ടൊക്കെ ട്രേഡ് ചെയ്യണ കൺസെപ്റ്റേ അല്ല. സിസ്റ്റം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യും. കാരണം ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പ്രൈസും ഡിഫറൻസ് നമ്മുടെ 15 രൂപേൻ്റെ താഴെയാണ്. നേരെ CMPയിൽ കയറാം, 190 തന്നെ കയറാം. സ്റ്റോപ്പ് ലോസ് 15 പോയിന്റ് താഴെ വരും. അതല്ലെങ്കിൽ ലിമിറ്റ് പ്ലേസ് ചെയ്യാം. 180 ലിമിറ്റ് ഇടാം. കാരണം നമ്മൾ കണ്ടീഷൻ ആക്റ്റീവായിട്ട് ലിമിറ്റ് പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ലെവലിൽ ടാപ്പ് ചെയ്യാതെ പോകണമെങ്കിൽ ട്രേഡ് കിട്ടില്ല. അത് അത്രത്തോളം ഒരു പ്രിസിഷൻ എൻട്രിയാണ്. പ്രിസിഷൻ ചിലപ്പോൾ ഒരു 181 വന്നിട്ട് ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് പോയെന്നിരിക്കും. അതൊക്കെ നമ്മുടെ വിധി എന്ന് പറയാം. കാരണം ലിമിറ്റിന്റെ പ്രശ്നം അതാ. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് ഓവർകം ചെയ്തത് ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പ്രൈസും ഡിഫറൻസ് നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് ആയിട്ടുള്ള 15 താഴെയാണ് CMPയിൽ എൻട്രി എടുക്കുക. ഇത്തരത്തിലുള്ള എൻട്രിനെ നമ്മൾ പറയുന്നത് PAB റീടെസ്റ്റ്. കാരണം പ്രൈസ് ആക്ഷൻ മുഖ്യമാണ്. വ്യക്തമായിട്ട് ഒരു ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്യുക, ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക, പിന്നെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവലിൽ ടാപ്പ് ചെയ്ത് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടുക, നേരെ എൻട്രി എടുക്കുക CMPയിൽ. ഇതാണ് നമ്മുടെ PAB റീടെസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി വേണ്ട നമുക്ക് ഒരു ഡയറക്റ്റ് എൻട്രി ആണ്. ഡയറക്റ്റ് എൻട്രി 180 തന്നെ നമ്മൾ ഡയറക്റ്റ് എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ പ്രൈസ് താഴെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ഇവിടെ മേളിൽ പ്രൈസ് അങ്ങ് ക്ലോസ്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറയണത്, പല പ്രാവശ്യം ഈ ഒരു സപ്പോർട്ടിൽ ഇവിടെ ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിന് ഒരു ഗ്യാരണ്ടി ഇല്ല, ആ ഒരു ലെവലിൽ ഒരു ആക്യുറസിയും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ പറയുന്നതെല്ലാം ആദ്യത്തെ ടൈമാണ് പറയണത്. ഫസ്റ്റത്തെ ടൈം മാർക്കറ്റ് ബിഹേവ് ചെയ്യണ കൺസെപ്റ്റാണ്. ആദ്യമായിട്ട് മാർക്കറ്റ് അന്നത്തെ ദിവസം ഈ ഒരു പ്രൈസിലോട്ട് വന്നേക്കണ ആദ്യമാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് സെല്ലിംഗ് ക്യാൻഡിലായിട്ട് ക്ലോസിങ് കിട്ടി. അത്തരം എൻട്രീനെയാണ് ഡയറക്റ്റ് എൻട്രി എന്ന് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ 50% ക്വാണ്ടിറ്റി ഡിപ്ലോയ് ചെയ്യുള്ളൂ. 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് പറയേണ്ട കാര്യമില്ല, എപ്പോഴും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, നമ്മുടെ കൺസെപ്റ്റ് ഫോളോ ചെയ്യണം എല്ലാവർക്കും അറിയാം. വെറുതെ 1 മിനിറ്റോ 5 മിനിറ്റോ ഫൂളിഷ്നെസ് ആണ് അതൊക്കെ. നമ്മൾ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കണല്ല. നമ്മൾ വ്യക്തമായിട്ട് ഒരു വെയിറ്റ് ചെയ്ത് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഫോളോ ചെയ്യണം. അപ്പോൾ വ്യക്തമായിട്ട് സെല്ലിംഗ് ക്യാൻഡിൽ ആദ്യമായിട്ട് ലെവലിൽ ടാപ്പ് ചെയ്ത് ഫെയിലായി. ആ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് എൻട്രി പെർസെന്റ് ഡിഫറൻസ് 15 രൂപേൻ്റെ താഴെയാണ്. നമുക്ക് അവിടെ എൻട്രി എടുക്കാം 50%. കാരണം ഡയറക്റ്റ് എൻട്രി ആണ്. ഒരു ഗ്യാരണ്ടി ഇല്ല ആ ഒരു എൻട്രിക്ക്. കാരണം എന്ത് സംഭവിക്കുക, ചിലപ്പോൾ ഇവിടെ ഡയറക്റ്റ് എൻട്രി വന്നിട്ട് സ്റ്റോപ്പ് അടിച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും കയറി പോവാം. അതില്ലാതിരിക്കാനാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എടുക്കുക. അതാകുമ്പോൾ പ്രൈസ് നമ്മുടെ ലെവലിൽ താഴെ ഇറങ്ങി ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വന്നുമ്പോൾ മാത്രമാണ് നമ്മൾ PAB റീടെസ്റ്റ് എടുക്കുന്നത്. അതാണ് നമ്മുടെ സിഗ്നേച്ചർ എൻട്രി. പക്ഷെ ഇതൊക്കെ ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു 50-50 ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ 50% ക്വാണ്ടിറ്റി എടുക്കുന്നത്. ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കണ ഇപ്പോൾ ഒരു 200 200 ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കാം. ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം 180 ആണ് നമുക്ക് എൻട്രി കിട്ടേണ്ടത്. പക്ഷേ 200 ക്ലോസിങ് നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് 15 പോയിന്റ് ആണ്, അതിൻ്റെ മേലിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ എടുക്കുക. ഞാൻ അവോയ്ഡ് ചെയ്യാം. എൻ്റെ പേഴ്സണലി ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യണ കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയണത്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എടുക്കുക, നിങ്ങളുടെ കാര്യം. പക്ഷെ നമ്മളൊരിക്കലും നമ്മുടെ ട്രേഡ് അല്ല അത്. കാരണം ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പെർസെന്റ് ഡിഫറൻസ് 20 രൂപയാണ്. നമുക്ക് മാക്സിമം വരുന്ന 15 ആണ്. ഒരിക്കലും ആ ഒരു ട്രേഡ് എടുക്കാൻ പാടില്ല. ഇതാണ് ഇപ്പം ക്യാൻഡിൽ ക്ലോസ് ചെയ്യേക്കണത് 190 ആണ്. ഇവിടെ 200 പകരം 190 ക്ലോസ് ചെയ്യുന്ന വെച്ചോ സെല്ലിംഗ് ക്യാൻഡിൽ.
എടുക്കുക. കാരണം 10 രൂപ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് മാക്സിമം സ്റ്റോപ്പ് 15ആണ്. അതിൻ്റെ താഴെയാണ്. നേരെ CMPയിലോ ലിമിറ്റിലോ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത് CMPയിൽ എടുക്കാനാണ്. CMPയിൽ എടുക്കുമ്പോൾ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ SL തോണ്ടിയിട്ട് കയറി പോകും. അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പ്രോബോളിറ്റി ഗെയിമാണ് ട്രേഡിങ്. അതല്ലാതെ ഇവിടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ചിലപ്പോൾ ഇവിടെ ലിമിറ്റ് എടുത്താൽ പോലും സ്റ്റോപ്പ് അടിച്ചിട്ട് മാർക്കറ്റിൽ കയറി പോകും. അതൊക്കെ ട്രേഡിംഗ് ആണ്. അതിനെ ആ ഒരു രീതിയിൽ സമീപിക്കുക. അല്ലാതെ സെർട്ടനിറ്റി അല്ല. എടുക്കുന്ന ട്രേഡെല്ലാം ടാർഗറ്റ് വേണമെന്നുള്ള മണ്ടൻ ആശയം നിങ്ങൾ കളയുക. വെറും 50% ആക്രോസ് ഉണ്ടെങ്കിൽ കൂടി വലിയ പ്രോഫിറ്റ് എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് എൻട്രി നമുക്ക് നോക്കാം. ഇതിപ്പോൾ ആദ്യം PAB ടെസ്റ്റ്, നമ്മുടെ സിഗ്നേച്ചർ എൻട്രി, പിന്നെ ഡയറക്റ്റ് എൻട്രി. മൂന്നാമത്തെ ടൈപ്പ് ഒരു എൻട്രി ആണ് ബൈസ് ടേക്ക് ഓവർ. 180 തന്നെ വെക്കുക. ബൈസ് ടേക്ക് ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്ന വെച്ചു. 15 മിനിറ്റ് ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ചെയ്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഞാൻ പറയുന്നത് ആദ്യമായിട്ട് മാർക്കറ്റ് ആദ്യമായിട്ടല്ല, പല പ്രാവശ്യം ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എടുക്കരുത്. ആദ്യത്തെ പ്രാവശ്യം ആണ് കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യേക്കണത് 150 ക്ലോസ് ചെയ്യുന്ന വെച്ചോ. ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ലെവലിൻ്റെ താഴെ ക്ലോസ് ചെയ്യുന്നത്. നമുക്കിനി വേണ്ടത് നെക്സ്റ്റ് ബയേഴ്സിൻ്റെ ഒരു പ്രഷറാണ്. അവരെങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യണത്? അവർക്കൊരു പവർ ഉണ്ടെങ്കിൽ അവർ തിരിച്ച് വീണ്ടും ആ ലെവലിൻ്റെ മേലിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ അവർ ക്ലോസ് ചെയ്തേക്കണേണ് ഒരു 230 ക്ലോസ് ചെയ്ത് എൻട്രി എടുക്കാമോ? ഒരിക്കലും പാടില്ല. നെക്സ്റ്റ് ഒരു ക്യാൻഡിലോട് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. കാരണം ക്യാൻഡിൽ ക്ലോസിങ് എൻട്രി പ്രൈസ് ഡിഫറൻസ് ഏകദേശം 50 രൂപ പ്രീമിയമാണ്. നമുക്ക് മാക്സിമം സ്റ്റോപ്പ് 15ആണ്. അത് അവോയ്ഡ് ചെയ്യുക. ചിലപ്പോൾ ട്രേഡ് കിട്ടാതെ പോയെന്നിരിക്കും, കിട്ടണ്ട വിട്ട് കളഞ്ഞേക്കാം. അതല്ല, നമുക്ക് പ്രോപ്പറായിട്ട് ബയേഴ്സിൻ്റെ മേലിൽ ക്ലോസിങ് ഇട്ടേക്കണത് ഒരു 185 ക്ലോസ് ചെയ്തു. നമുക്ക് എൻട്രി എടുക്കാമോ? എൻട്രി എടുക്കുക. കാരണം ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പ്രൈസ് ഡിഫറൻസ് 15 രൂപയുടെ താഴെയാണ്. നേരെ നമുക്ക് ഇത്തരം ഈ ബയേഴ്സ് ടേക്ക് ഓവറിൽ കൂടുതലും നിങ്ങൾ ലിമിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡയറക്റ്റ് എൻട്രിയിൽ CMP എടുക്കുക. പക്ഷേ ഈ ഒരു ടൈപ്പ് ബയേഴ്സ് ടേക്ക് ഓവർ ലിമിറ്റ് എടുക്കുക വേണ്ടി ശ്രമിക്കുക. കാരണം ഇങ്ങനെ വരുമ്പോൾ തിരിച്ച് വീണ്ടും ലിമിറ്റിൽ ട്രിഗർ ആയിട്ട് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സെല്ലേഴ്സ് വീണ്ടും വരും മാർക്കറ്റിന്റെ പ്രൈസ് താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പോടെ 15 പോയിന്റ് അടിച്ചു പോകും. അതല്ല, മാർക്കറ്റ് മേളിലോട്ട് പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മേളിലോട്ട് പമ്പ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ 50% ക്വാണ്ടിറ്റി എടുക്കുള്ളൂ. PAB റീടെസ്റ്റ് എൻട്രി അടിച്ച് നമ്മൾ 3 എൻട്രി മാത്രമേ ഉള്ളൂ. നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞത് അത് തന്നെയാണ്. അല്ലാതെ ഇന്നൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ നാളെ വേറെ ഒരു കൺസെപ്റ്റ് പറഞ്ഞ ആളെയല്ല ഞാൻ. നമ്മൾ വർഷങ്ങളായിട്ട് എന്താണോ ഫോളോ ചെയ്യണത് അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യണം. ആ ഗ്രൂപ്പിൽ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പോഴും അറിയാം നമ്മൾ എന്താണോ ഡെയിലി ഫോളോ ചെയ്യണത് അത് തന്നെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കേട്ടിട്ട് ചിലപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാമല്ലോ, താങ്കളെക്കാട്ടിയും കൂടുതൽ എനിക്കറിയാം, ഞാൻ ഡെയിലി തന്നെ കാണണം എന്നുള്ള വ്യക്തികൾ പല ആൾക്കാരും ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഇത് കേട്ടിട്ട് ചിലപ്പോൾ മുഷിച്ചിലായിട്ട് തോന്നും. പക്ഷെ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് മാർക്കറ്റിലോട്ട് തന്നെയാണ്. കാരണം പല ആൾക്കാരും ട്രേഡിംഗ് കോഴ്സ് ഒക്കെ എടുത്ത്, കാരണം ട്രേഡിംഗ് കോഴ്സ് വിൽക്കാമെന്ന് മാത്രമാണ് ഇപ്പോൾ പല ആൾക്കാരുടെയും ചിന്ത. പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല അവർ കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും ട്രേഡിംഗ് കോഴ്സ് വിൽക്കുക, പൈസ ഉണ്ടാക്കുക. അവൻ്റെ ആ പറയുന്ന ട്രേഡിംഗ് കോഴ്സ് എടുത്തിട്ട് പല ആൾക്കാരും കുത്തുവാണ്. ഏകദേശം 99% അല്ലെ 95% ആൾക്കാരും കുത്തുവാളെടുക്കും. പക്ഷെ കോഴ്സ് വെക്കുന്ന ആൾ എപ്പോഴും പ്രോഫിറ്റിലായിരിക്കും. കാരണം അവൻ ട്രേഡ് ചെയ്യാനില്ല. അവൻ്റെ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് കോഴ്സ് സെല്ലിംഗ് ആണ്. നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഞാൻ പറയാനുള്ള അതൊരു വേറെ മേഖലയാണ്. പ്രോപ്പറായിട്ടുള്ള നല്ല എഡ്യൂക്കേറ്റഡ് തരാൻ പറ്റുന്ന മെൻറ്റർ സെലക്ട് ചെയ്യുക. വർഷങ്ങളുടെ എഫേർട്ട് വേണം. അല്ലാതെ ഒരു മാസം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത് ഇതും കൊണ്ട് ജീവിതകാലം മൊത്തം ഒരിക്കലും ഇല്ല. ഞാൻ തന്നെ ഇത് വർഷങ്ങളുടെ എഫേർട്ട് കൊണ്ടാണ് ഈ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ് ഇത്രത്തോളം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്. കാരണം ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റ് എന്തൊക്കെ ബിഹേവ് ചെയ്താലും എനിക്കറിയാം. അതുപോലെ ആയിരിക്കില്ല നിങ്ങളൊരു പുതിയ കൺസെപ്റ്റ് പഠിച്ചിട്ട് പെട്ടെന്ന് നാളെ തന്നെ പോയി ട്രേഡ് ചെയ്യുമ്പോൾ. വർഷങ്ങളുടെ എഫേർട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചാലായാലും CA പഠിക്കാനായാലും ഡോക്ടർ ആണെങ്കിൽ പോലും 5 വർഷം 10 വർഷം ഇഷ്ടംപോലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു സർജനാണ്. അല്ലാതെ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പോയി സർജറി ചെയ്യില്ല. കാരണം ആൾ തട്ടിപ്പോവും. അതിന് ഒരു ടൈം ഉണ്ട്. 5 വർഷം MBBS പഠിക്കണം, പിന്നെ വേറെ അതിൻ്റെ മേലോട്ടുള്ള MD പഠിക്കണം, പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അതിനുശേഷം അവിടെ നിന്ന് പതുക്കെ വളർന്നാണ് നല്ലൊരു സർജനാണ്. അതല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ MBBS പഠിക്കണ ആ ഒരു വർഷം തന്നെ സർജറി ചെയ്യാൻ പോയ ആൾ മരിച്ചു പോകും. അത് തന്നെയാണ് ട്രേഡിങ്ങിലും. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പഠിക്കാതെ ഈ ഒരു മേഖലയോട്ട് തന്നെയാണ് ക്യാപിറ്റൽ ഫുൾ വാഷ് ഔട്ട് ആവും. 99.9% നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ രക്ഷപ്പെടില്ല. പക്ഷെ നിങ്ങൾ വർഷങ്ങളെടുത്ത്, എനിക്കറിയാം ഇത് വർഷങ്ങളെടുക്കുന്ന പരിപാടിയാണ്. ഇത് പതുക്കെ പഠിച്ചേ വരാൻ പറ്റുള്ളൂ എന്നുള്ള മൈൻഡുള്ള ആളാണ് നിങ്ങൾ. 99.9% വിജയിച്ചിരിക്കും. ഇതാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ്. ഈ ഒരു 3 കൺസെപ്റ്റ് മാത്രമേ നമ്മൾ എൻട്രി മെത്തേഡായിട്ട് പറയുന്നുള്ളൂ. അത് മതി. പിന്നെ ഫോറക്സ് കാര്യങ്ങളും ക്രിപ്റ്റോ
എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഇൻഡെക്സ് ഓപ്ഷൻ ബൈങ്ങിലാണ് ബേസിക്കലി ഫോളോ ചെയ്യണം. പക്ഷേ ഞാൻ പ്രോഫോമിലോട്ടൊക്കെ കടന്നിട്ടുണ്ട്. നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകളൊക്കെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് പറയണമല്ലോ, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇന്ത്യൻ മാർക്കറ്റിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റാണ് ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ മാർക്കറ്റ്. ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഇൻസ്ട്രുമെൻ്റ് ആണ്. ഞാനിപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു പവറൊക്കെ മനസ്സിലായതുകൊണ്ട്. കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ള ട്രേഡിങ് കൺസെപ്റ്റ് ഉണ്ട്. അത് നേരെ ഇതിനകത്തോട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. അതിനെക്കാട്ടിയും അത് സെയിം ആയിട്ട് ഫോളോ ചെയ്യാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് എൻട്രിയൊക്കെ ഇത് തന്നെ, പ്രൈസ് ആക്ഷൻ ബേസ് എൻട്രി, ഡയറക്റ്റ് എൻട്രി, PAB ടെസ്റ്റ്. ഞാനകത്ത് എപ്പോഴും എടുക്കുന്നത് പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത എൻട്രികളാണ്. എൻ്റെ ഒരു 90% മേളിൽ എൻട്രി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആക്രോസി കിട്ടാറുണ്ട്. പക്ഷേ ചില സമയത്ത് ആ ഒരു എൻട്രി എടുത്തിട്ട് എനിക്ക് സ്റ്റോപ്പും വരാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം JER-30 എൻട്രി എടുത്ത്, പക്ഷേ എക്സാക്റ്റ് കറക്റ്റ് സപ്പോർട്ടിൽ നമ്മുടെ കണ്ടീഷനൊക്കെ വന്നു. പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് തോണ്ടി. പിന്നെ അതിനുശേഷം കയറിയിട്ടില്ല. അതൊക്കെ അങ്ങനെ ട്രേഡിങ് അങ്ങനെയാണ്. അതും പറഞ്ഞ് ഞാൻ നാളെ ഈ ഒരു സ്ട്രാറ്റജി തല്ലിപ്പിളയാന്നും പറഞ്ഞ് നിർത്തിപ്പോണല്ല. എനിക്കറിയാം അതിൻ്റെ എന്താ പ്രശ്നമെന്ന്. പ്രോപ്പറായിട്ട് ജേണലിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഫ്രണ്ടിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലൈവ് മാർക്കറ്റിൽ സപ്പോർട്ട് വേണമെങ്കിൽ, നിങ്ങളുടെ ലൈവ് മാർക്കറ്റിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആരെങ്കിലും ഒരു കൈത്താങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. വർഷങ്ങളുടെ എഫേർട്ട് വേണ്ട. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു എഡ്യൂക്കേറ്റർ ഉണ്ടെങ്കിൽ, വർഷങ്ങളുടെ എഫേർട്ടുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതല്ലാതെ മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടാത്ത ഒരാളെ നിങ്ങൾ എത്രയൊക്കെ ഡൗട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവനൊന്നും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അത്ര ആൾക്കാരുടെ അടുത്താണ് നിങ്ങൾ ട്രേഡിംഗ് കോഴ്സ് പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങളുടെ കാര്യം ഗോവിന്ദ. എല്ലാവർക്കും ബൈ ബൈ. താല്പര്യമുള്ള ആൾക്കാർ മാത്രം, ട്രേഡിങ്ങിനെ ഒരു സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് പഠിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതല്ല ഗാംബ്ലിംഗ് ആണ് മൈൻഡെങ്കിൽ വരണ്ട. പിന്നെ വേറെ അഡ്വൈസും കൂടി, 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 20-21 വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത്. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അത് പഠിച്ചിട്ട് ഒരു സമ്പത്ത് ഉണ്ടാക്കിയിട്ട് മാത്രം ട്രേഡിങ്ങിലോട്ട് വരാം. അതല്ലാതെ ബാക്കിയൊക്കെ പോസ്റ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ കാണിക്കണം, അതൊരു ഹൈപ്പിലാണ്. അതൊന്നും അല്ല റിയാലിറ്റി. അവരതൊന്നും പറയില്ല. അവർ നിങ്ങളെ കോഴ്സ് വിൽക്കാൻ വേണ്ടി എനിക്ക് 21 വയസ്സുകളിൽ ഞാൻ ഇത്രയും കോടികൾ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് പല കാറൊക്കെ കാണിക്കും. പക്ഷേ കോഴ്സ് വിറ്റാകുമ്പോൾ പൈസ ഉണ്ടാക്കിയേക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള. ട്രേഡ് ചെയ്തെല്ലാം പൈസ ഉണ്ടാക്കിയേക്കണത്. ഞാൻ പേര് പറയാനുള്ള, എന്തോ ഒരു യൂട്യൂബിൽ വലിയൊരു ചാനലുണ്ട്, എന്തോ FX എന്ന് പറഞ്ഞാണ്, M വെച്ച് തുടങ്ങണ ഒരു ഇതാണ്, FX എന്നാണ്. ഞാൻ ഫുൾ പറയാനുള്ള, ബാനും കാര്യങ്ങളൊക്കെ കിട്ടും, സെർച്ച് ചെയ്താൽ മതി. പുറത്തെ ചാനലാണ്. ആളുടെ മെയിൻ പരിപാടി കോഴ്സ് സെല്ലിംഗ് ആണ്. ട്രേഡ് ചെയ്ത് $1 പോലും ഉണ്ടാക്കാനുള്ള, പക്ഷേ കോഴ്സ് വിറ്റ് ലക്ഷക്കണക്കിന് ഡോളർ ഉണ്ടാക്കണം എന്താനും. അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കാം. പ്രോപ്പറായിട്ടുള്ള നല്ലൊരു എഡ്യൂക്കേറ്ററെ നിങ്ങളെ സെലക്ട് ചെയ്യുക. എന്നിട്ട് മാത്രം അവരുടെ കീഴിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഫ്രീ ആയിട്ട്, ഞാൻ വീണ്ടും പറഞ്ഞ ഫ്രീ ആണ്, ഫ്രീ മെമ്പർഷിപ്പാണ് കൊടുക്കുന്നത്. നമ്മുടെ കൂടെ 5 yearsലോ ധനിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എല്ലാവർക്കും ഫ്രീ മെമ്പർഷിപ്പാണ്. താല്പര്യമുള്ള ആൾക്കാർ, വീണ്ടും പറയണത് തന്നെ, ട്രേഡിങ്ങിനെ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക. അല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.